പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 3:12 തിരുവചനം പറയുന്നു, എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ദൈവം ഇന്നും എന്നും ജീവനോടെ നമ്മുടെ ഇടയിൽ വസിക്കുന്നുണ്ട്. ഹെബ്രായർ 13:8 തിരുവചനം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-19 യേശു പറയുന്നുണ്ട്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് നാടും നീളെ നന്മകൾ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച യേശുനാഥൻ ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തിയും അന്ധന് കാഴ്ച നൽകിയും ബധിരരെ മോചിപ്പിച്ചും അതുപോലെ പലവിധത്തിൽ ബന്ധനത്തിൽ കഴിയുന്നവരെ അതിൽ നിന്നെല്ലാം വിടുവിച്ചും മരിച്ചവനെ ഉയർപ്പിച്ചും പിശാചുക്കളെ പുറത്താക്കിയും അപ്പം വർദ്ധിപ്പിച്ചും വെള്ളത്തിൻ്റെ മീതെ നടന്നും തൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവച്ച് നൽകി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ടും പരിശുദ്ധ കുർബാന തൻ്റെ ശരീര രക്തങ്ങളാണെന്നുള്ളൊരു ബോധ്യം നൽകിക്കൊണ്ടും തിരുവോസ്തിയിൽ യേശു ഇന്നും വാഴുന്നുണ്ട്. ഈ ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും നമ്മുടെ വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിച്ചു നിന്നാൽ മാത്രമേ യേശു ക്രിസ്തുവിൽ നാം പങ്കുകാരാവുകയുള്ളൂ. നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്നത് പിശാചാണ്. ലോകം മുഴുവൻ അവൻ്റെ കരവലയത്തിലാണ്, സാത്താൻ്റെ പിടിയിലാണ്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണം എന്നന്വേഷിച്ചുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു. ഇപ്പം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം അവനെ എതിർക്കുവാൻ. ഹെബ്രായർ 11:6 തിരുവചനം പറയുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും നാം വിശ്വസിക്കണം. സാത്താൻ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി നമ്മെ അവൻ്റെ രാജ്യത്തിൽ ചേർക്കുവാൻ വേണ്ടിയാണ് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:31-32 തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നുണ്ട്, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ പ്രലോഭനങ്ങളുമായി വന്ന സാത്താൻ, നമ്മുടെ ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച സാത്താൻ, നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി നമ്മെ ദുഷ്ടഹൃദയമുള്ള വ്യക്തികളാക്കി മാറ്റുകയാണ്. നമ്മുടെ വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. 1 തിമോത്തി 4:1 തിരുവചനം പറയുന്നു, ചിലർ കപടാത്മാക്കളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറഞ്ഞു. പിശാചിൻ്റെ പ്രബോധനങ്ങൾ എന്തൊക്കെയാണ്? ദൈവവചനങ്ങൾ അസത്യമാണ്. ഹൃദയത്തിൽ വഞ്ചനയും സ്വാർത്ഥതയും അഹങ്കാരവും വെറുപ്പും കൊണ്ട് നടക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. മനുഷ്യരായാൽ ഇതൊക്കെ ഉണ്ടാകും. വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുന്നത് മോശമാണ്. സമൂഹത്തിൽ ക്ഷമിക്കുമ്പോൾ നമുക്ക് യാതൊരു വിലയും ഉണ്ടാകുകയില്ല. അനുതപിക്കുകയോ വിശുദ്ധി നേടുകയോ വേണ്ട. വെറുതെ പള്ളിയിൽ പോയാൽ മാത്രം മതി. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും. ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ തരുന്നത് സാത്താനാണ്. ഹൃദയ വിശുദ്ധിയാണ് നമുക്ക് വേണ്ടത് എന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്. ഈ ലോകം സുഖിക്കാനുള്ളതാണ്. തിന്നുക, കുടിക്കുക, ലോകസുഖങ്ങളിൽ മുഴുകുക, സമ്പത്തും പേരും പ്രശസ്തിയും നേടിയെടുക്കുക, ലോകത്തിൻ്റെ കയ്യടികൾ വാങ്ങുക, ലോകത്തിൽ നേട്ടങ്ങൾക്കായിട്ട് സമയം മുഴുവൻ ചെലവഴിക്കുക. ഇതെല്ലാമാണ് സാത്താൻ നമുക്ക് തരുന്ന ചിന്തകൾ. ഈ ചിന്തകളാണ് പലപ്പോഴും നമ്മെ
മുന്നോട്ട് നയിക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട, ദൈവവചനത്തിന് കൊടുക്കേണ്ട സ്ഥാനം മാറ്റി നിർത്തിയിട്ട് സാത്താൻ പറയുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും നാം തെറ്റുകളിലും പ്രലോഭനങ്ങളിലും അകപ്പെട്ട് പോകുന്നത്. യേശു പറയുന്നു, ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ ഒരിക്കലും കടന്നു പോവുകയില്ല. അപ്പോൾ നമ്മൾ പാപത്തിൽ മുഴുകി ജീവിച്ചാൽ നമ്മുടെ ആത്മനാശം ഉറപ്പാണ്. എന്നാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് യേശുവിലേക്ക് നാം വരികയാണെങ്കിൽ നമുക്ക് നിത്യജീവൻ, സ്വർഗരാജ്യം അവകാശമാണ് എന്നുള്ളതും ഉറപ്പാണ്. വിശുദ്ധ മത്തായി 16:26 യേശു പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായിട്ട് അവൻ എന്ത് കൊടുക്കും? അതിനാൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.